ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് മത്സ്യബന്ധന മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. തീരദേശ മേഖലയെ മാറ്റി നിർത്തിയുള്ള ഒരു വികസനവും കേരളത്തിനില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ബില്ല് കൊണ്ടുവരുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം പതിപ്പിന് ഇന്ന് ആലപ്പുഴ കൈനകരിയിൽ തുടക്കമാകും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പുതിയ ചരക്കു സേവന നികുതി നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ഇതിനു മുന്നോടിയായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ഉൽപാദകർക്കും ഇറക്കുമതിക്കാർക്കും വിതരണക്കാർക്കുമായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഈ മാസം 22 മുൻപ് നിർമ്മിച്ച ഇനിയും വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങളിൽ പുതുക്കിയ വില സ്റ്റിക്കറുകൾ പതിപ്പിക്കണം. അതേസമയം പാക്കേജിൽ നേരത്തെയുള്ള പഴയ MRP വ്യക്തമായിരിക്കുകയും വേണം. സുസ്ഥിരതയുടെയും വികസനത്തിന്റെയും യാത്രയിൽ ഒന്നിച്ചു മുന്നേറാൻ യൂറോപ്യൻ യൂണിയനെ ക്ഷണിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ യൂറോപ്യൻ യൂണിയന്റെ അനുഭവ പരിചയം സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തീരമേഖലയെ മാറ്റി നിർത്തിയുള്ള ഒരു വികസനവും കേരളത്തിനില്ലെന്നും മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്താൻ നിരവധി നടപടികൾ സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. We see immense potential in collaborating with Europe to meet high quality and sustainability standards, thereby expanding opportunities for our fisherfolk and entrepreneurs. The ocean is not just a source of revenue, but also a shared heritage that must be preserved for future generations. The blue economy approach is central to our policies. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് മത്സ്യബന്ധന മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര നടപടികളുടെ ഭാഗമായി ഇന്ത്യയുടെ മത്സ്യോൽപാദനം 19.5 മില്യൺ ടണ്ണായി ഉയർത്താൻ സാധിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് ബ്ലൂ ഇക്കോണമി കോൺക്ലേവിൽ വ്യക്തമാക്കി. കേരളവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള സഹകരണം അവസരങ്ങളുടെ വലിയ മേഖല തുറക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. പ്ലാസ്റ്റിക് ഗ്ലാസുകൾ നിരോധിച്ചതിനെ തുടർന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടിയ പേപ്പർ കപ്പുകൾ ഉൾപ്പെടെയുള്ള ഡിസ്പോസിബിൾ വസ്തുക്കളുടെ ഉപഭോഗം കുറയ്ക്കാൻ ശക്തമായ അവബോധ പരിപാടികൾ നടക്കുന്നതായി മന്ത്രി MP രാജേഷ്. ഇത്തരം പേപ്പർ ഗ്ലാസുകൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ മാത്യു ടി തോമസ് MLA ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചുള്ള MLAമാരുടെ സത്യാഗ്രഹത്തിൽ നടപടിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. MLAമാരുടെ സമരത്തിൽ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിക്കുന്നതിന് മുൻപ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചും പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരുന്നു. ശബരിമലയിലെ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ നോട്ടീസ് സ്വീകാര്യയോഗ്യമല്ല എന്നായിരുന്നു സ്പീക്കർ ചൂണ്ടിക്കാട്ടിയത്. കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത കീഴ്വഴക്കങ്ങളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. പ്ലാസ്റ്റിക് ഗ്ലാസുകൾ നിരോധിച്ച സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലാസുകളുടെ അപകടത്തെക്കുറിച്ച് മാത്യു ടി തോമസ് ശ്രദ്ധ ക്ഷണിച്ചു. പോലീസ് മർദ്ദനങ്ങൾക്കെതിരായി UDFന്റെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരത്തെ സംസ്ഥാന സർക്കാരിനോട് ഒപ്പം ചേർന്ന് എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി നടത്തുന്ന ഗിഗ് തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ബില്ല് കൊണ്ടുവരുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മികച്ച സൌകര്യങ്ങളാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നതെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാ ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുന്നതിനിടെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി ശിവൻകുട്ടിക്ക് പകരം മന്ത്രി MP രാജേഷാണ് സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പമ്പയിൽ നാളെ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 16 രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്.
സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബീച്ച് വരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ ബ്രയൻ ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റേഷൻ മാനേജർ CK ഹരീഷ് നേതൃത്വം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ച ഇന്നുച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ ചർച്ചയിൽ രാജ്യത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ സംസാരിക്കും. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച അവലോകന യോഗം നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. ട്യൂണ മത്സ്യബന്ധനം, കടൽപ്പായൽ, അലങ്കാര മത്സ്യങ്ങൾ എന്നീ മേഖലകളിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം പതിപ്പിന് ഇന്ന് ആലപ്പുഴ കൈനകരി ജലോത്സവത്തോടെ തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 മുതൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 4-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് CBL ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കഴിഞ്ഞ മാസം നടന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മികച്ച സമയം കുറിച്ച വീയപുരം, നടുഭാഗം, മേൽപ്പാടം, നിരണം, പായിപ്പാടൻ, നടുവിലെ പറമ്പൽ, കാരിച്ചാൽ, ചെറുതന, ചമ്പക്കുളം എന്നീ ജലരാജാക്കന്മാരാണ് ഇന്ന് കൈനകരിയിൽ പമ്പയാറ്റിൽ ജലയുദ്ധത്തിന് ഇറങ്ങുന്നത്. 14 മത്സരങ്ങളുള്ള CBLൽ 1ാം സ്ഥാനക്കാർക്ക് 25 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും സമ്മാനമായി ലഭിക്കും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും. ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ 4-ലെത്തിയിട്ടുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് ശ്രീലങ്ക ഗ്രൂപ്പ് B ജേതാക്കളായി. ഗസയിൽ അടിയന്തരമായി ശാശ്വത വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തു. 21 ലക്ഷം പലസ്തീൻകാർക്ക് സഹായമെത്തിക്കാനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കണമെന്ന് പ്രമേയത്തെ അനുകൂലിച്ച 14 അംഗങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. 2 വർഷം മുൻപ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം UN രക്ഷാസമിതിയിൽ അമേരിക്കയുടെ 6ാമത്തെ വീറ്റോ ആണിത്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പാക്കിയ പ്രവർത്തനങ്ങളാണ് പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഭരണഘടനാപരമായ സുരക്ഷ, അക്രമത്തിനും വിവേചനത്തിനുമെതിരായ നിയമങ്ങൾ, പരിവർത്തന പദ്ധതികൾ എന്നിവ കൂടാതെ സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്കാണ് രാജ്യം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ ബീമ സഖി പദ്ധതി ആരംഭിക്കവേ സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളിലേക്ക്. लंबे समय तक हमारे देश में ऐसे अनेक काम थे जो महिलाओं के लिए वर्जित. आज आप देखिए, सेना के अग्रिम मोर्चों में बेटियों की तैनाती हो रही है. हमारी बेटियां अब बड़ी संख्या में फाइटर पायलट बन रही है. आज पुलिस में भी बड़ी संख्या में बेटियों की भर्ती हो रही है. आज बड़ी बड़ी कंपनियों को और उसकी कमान हमारी बेटियां संभाल रही है. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി രാജ്യത്ത് പ്രതീക്ഷിച്ച ഫലം നൽകിയതായാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 465 പോയിന്റ് ഇടിഞ്ഞ് 82,549-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 124 പോയിന്റ് നഷ്ടത്തിൽ 25,299-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ കൂടി 81,640 രൂപയും ഗ്രാമിന് 10,205 രൂപയുമാണ് ഇന്നത്തെ വില. മന്ത്രിമാരെ ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണമെന്ന സർക്കുലർ പിൻവലിക്കണമെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ. ലഹരിക്കെതിരെ കണ്ണൂരിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന വാക്കത്തോൺ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് മത്സ്യബന്ധന മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. തീരദേശ മേഖലയെ മാറ്റി നിർത്തിയുള്ള ഒരു വികസനവും കേരളത്തിനില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഓൺലൈൻ ഡെലിവറി നടത്തുന്ന ഗിഗ് തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ബില്ല് കൊണ്ടുവരുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം പതിപ്പിന് ഇന്ന് ആലപ്പുഴ കൈനകരിയിൽ തുടക്കമാകും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.